പുന്നപ്ര വയലാറിന്റെ ചുവന്ന മണ്ണിലും ഇത്തവണ NDAയ്ക്കായിരുന്നു മുൻതൂക്കം. CPM ഭരിക്കുന്ന ആലപ്പുഴ പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ് മൂന്നാം സ്ഥാനത്തായി. 306 വോട്ടുകളാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ ഭൂരിപക്ഷം. പുന്നപ്ര വയലാറിന്റെ ചുവന്ന മണ്ണെന്ന് CPM ഊറ്റം കൊള്ളുന്ന പുന്നപ്രയും ഇക്കുറി മാറി ചിന്തിച്ചു. അതോടെ CPM ഭരിക്കുന്ന ആലപ്പുഴ പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഒന്നാമതും UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ രണ്ടാം സ്ഥാനത്തുമെത്തി. NDAയ്ക്ക് 5680 വോട്ടുകൾ ലഭിച്ചു. UDFന് 5374-ഉം LDFന് 4974 വോട്ടുകളുമാണ് ലഭിച്ചത്. 2019-ൽ 3398 വോട്ട് ലഭിച്ച NDAയ്ക്ക് ഇവിടെ ഇത്തവണ 2312 വോട്ടിന്റെ വർധനവുണ്ടായി. ക്ഷേമ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളായ നിരവധി പ്രവർത്തികൾ, 100-ന് മുകളിലുള്ള ക്ഷേമ പദ്ധതികൾ, ജനോപകാരമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ജൻധൻ അക്കൗണ്ട് അല്ലെങ്കിൽ ജലജീവൻ കണക്ഷൻ, കിസാൻ സമ്മാൻ നിധി, അതുപോലുള്ള ജനക്ഷേമ പദ്ധതികൾ നിരവധി പാവപ്പെട്ട ജനങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ കോട്ട പിടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത്. മുൻകാലങ്ങളിൽ നിരവധി അഴിമതി നിറഞ്ഞ ഒരു പഞ്ചായത്താണ്. അതറിയ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിനുള്ള തിരിമറികൾ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ജനവിധിയായിരുന്നു ഈ ലോക്സഭാ ഇലക്ഷൻ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മുതിർന്ന CPM നേതാക്കളായ VS അച്യുതാനന്ദന്റെയും G സുധാകരന്റെയും നാട്ടിലാണ് CPMന് നിറം മങ്ങിയ പ്രകടനം കാഴ്ചവെക്കേണ്ടി വന്നത്. G സുധാകരന്റെ സ്വന്തം ബൂത്തിൽ പോലും BJP ആയിരുന്നു മുന്നിൽ. ആലപ്പുഴയുടെ തീരദേശ മേഖലകളിലും കിഴക്കൻ മേഖലകളിലും ഒരുപോലെ മുന്നേറാൻ NDAയ്ക്ക് കഴിഞ്ഞു. CPM കോട്ടകളെന്ന് അവകാശപ്പെട്ടിരുന്ന ഹരിപ്പാടും ചെട്ടികുളങ്ങരയിലും കായംകുളത്തുമെല്ലാം LDF സ്ഥാനാർത്ഥി AM ആരിഫ് മൂന്നാം സ്ഥാനത്തായിരുന്നു. ജനം, ആലപ്പുഴ.